ഹലോ, നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാം. തേർഡ് ചാപ്റ്ററിൻ്റെ പേരാണ് കിത്നെ പേർ. കിത്നെ പേർ എന്ന് പറഞ്ഞാൽ എത്ര കാലുകൾ. ഈ ചാപ്റ്റർ കുറച്ച് ലോങ് ചാപ്റ്ററാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ഈ ചാപ്റ്റർ ഒരു കൺവേഴ്സേഷനാണ്, കൺവേഴ്സേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഓക്കെ, ഒരു ക്ലാസ്സിലുള്ള കുറേ കുട്ടികളും ഒരു അധ്യാപികയും തമ്മിലുള്ള ഒരു കൺവേഴ്സേഷനാണ് ഈ ചാപ്റ്റർ. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ബച്ചേ, സുപ്രഭാത് അധ്യാപികാജി. കുട്ടികൾ പറഞ്ഞത് എന്താണ്? ഗുഡ് മോർണിംഗ് ടീച്ചർ. अध्यापिका, सुप्रभात बच्चों, आज हम धरती पर रहने वाले जीवों के पैरों की संख्या की बात करेंगे. गुड मॉर्निंग कुटिകളെ. आज हम धरती पर रहने वाले जीवों के, ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുടെ पैरों की संख्या की बात करेंगे, കാലുകളുടെ എണ്ണത്തെ പറ്റി സംസാരിക്കാം. जीवों के पैरों की संख्या 0 से लेकर कई 100 तक भी हो सकती है. जीवों के पैरों की संख्या, ജീവികളുടെ കാലുകളുടെ എണ്ണം. पैर എന്ന് പറഞ്ഞാൽ കാല്, സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണം. 0 से 0 से लेकर कई 100 तक भी हो सकती है. പൂജ്യത്തിൽ നിന്ന് തുടങ്ങി 100 കണക്കിന് കാലുകളുള്ള ജീവികൾ വരെയുണ്ട്. अच्छा, कोई बता सकता है कि किस जीव के पैर नहीं होते? ആരാ പറയാ? कोई बता सकता है किस जीव के, ഏത് ജീവിയുടെയാണ് പേർ नहीं होते, കാലില്ലാത്തത്? ശ്യാം. അപ്പം ശ്യാം എന്ന കുട്ടി പറയുകയാണ്, ജി ഹാ അധ്യാപിക ജി. ശരി അധ്യാപിക, മുझे पता है, എനിക്ക് അറിയാം. बरसात में मैंने बहुत केंचुए देखे हैं, ഉൻകെ പേർ നെഹി ഹോത്തെ. അപ്പോൾ ശ്യാം ആരെ പറ്റിയാണ് പറയുന്നത്? കേഞ്ചുവേ, ഞാൻ കുറേ മണ്ണിരകളെ കണ്ടിട്ടുണ്ട്. ഉൻകെ പേർ നെഹി ഹോത്തെ, വേ പേട് കെ ബൽ സർത്തെ ഹേ. അവർ വയറുകൊണ്ട് നിരങ്ങിയാണ് സഞ്ചരിക്കുക. അധ്യാപിക, ബഹുത് തീക്, വെരി കറക്റ്റാണ്. अब कुछ 2 पैरों वाले जीवों की बात करेंगे. അപ്പോൾ ശൂന്യം എന്ന് പറഞ്ഞാൽ 0 കാലുകളുള്ള ജീവികളെ പറ്റി പറഞ്ഞു. अब कुछ 2 पैरों वाले जीव की बात करेंगे. 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇനി 2 കാലുകളുള്ള ജീവികളെ പറ്റി സംസാരിക്കാം. इन जीवों को द्विपाद कहते हैं. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്, ദ്വിപാദ്. ദ്വി എന്ന് പറഞ്ഞാൽ ദോ അല്ലെങ്കിൽ 2 അതാണ് മീനിങ്. അപ്പോൾ 2 കാലുകളുള്ള ജീവിക്ക് ദ്വിപാദ് कहते हैं അങ്ങനെയാണ് പറയാം. മനുഷ്യ के अतिरिक्त आप और कोई द्विपाद बता सकते हैं? അപ്പോൾ മനുഷ്യൻ നമുക്കറിയാം, നമുക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും 2 കാലുകളാണല്ലേ ഉള്ളത്. മനുഷ്യക്ക് അതിരിക്ത്, മനുഷ്യന്മാരല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും 2 കാലുള്ള ദ്വിപാദ് ആയിട്ടുള്ള ജീവികളുടെ പേര് പറയാമോ എന്ന് ടീച്ചർ ചോദിച്ചു. ഉടനെ രമേശ്, ക്യോ നഹി, എന്തുകൊണ്ടില്ല, സാരി ചിടിയ ദ്വിപാദി ഹോത്തി ഹേനാ. എല്ലാ പക്ഷികളും, പക്ഷികൾക്ക് എത്ര കാലുകളുണ്ട്? 2 കാലുകൾ. അപ്പോൾ സാരി ചിടിയ, എല്ലാ പക്ഷികളും 2 കാലുള്ള ജീവികളാണല്ലേ. അധ്യാപിക, ബിൽക്കുൽ സഹി കഹാ രമേശ്, കറക്റ്റാണ് പറഞ്ഞത് രമേശ്. अब यदि पशुओं की बात करें तो यह बताइए कि आपने कभी किसी ऐसा पशु का नाम सुना है जिसके 2 पैर हो? അതായത് രമേശ് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? പക്ഷികളെ പറ്റി. എല്ലാ പക്ഷികൾക്കും 2 കാലുകളാണുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വളരെ ശരിയാണ്, നമുക്കിനി കുറച്ച് മൃഗങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 2 കാലുകളുള്ള മൃഗങ്ങളെ പറ്റി അറിയാമോ എന്ന് ടീച്ചർ ചോദിക്കും. സവിത, ഉടനെ സവിത പറയും, ജി ഹാ അധ്യാപിക ജി. ശരിയാണ് ടീച്ചർ. मेरी माँ एक दिन मुझे ऑस्ट्रेलिया देश के विषय में बता रही थी. എൻ്റെ അമ്മ ഒരു ദിവസം എനിക്ക് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ്, ഒരു കൺട്രിയാണ് അല്ലേ. നമ്മുടെ കൺട്രിയുടെ പേരെന്താ?
ഇന്ത്യ. അതേപോലെ വേറൊരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ദേശ് കെ വിഷയമേ ബതാ രഹി थी. അപ്പോൾ ഓസ്ട്രേലിയയെ പറ്റി എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. और उन्होंने मुझे वहाँ पाए जाने वाले एक द्विपाद पशु का चित्र दिखाया था. അതായത് അവിടെ അമ്മ ഇത് പറഞ്ഞു തരുന്ന സമയത്ത് അവിടെ ജീവിക്കുന്ന ഒരു ദ്വിപാദ്, 2 കാലുകളുള്ള പശു എന്ന് പറഞ്ഞാൽ ജീവിയുടെ ചിത്രം കാണിച്ചു തന്നിരുന്നു. ജോ 2 पैरों पर कूद कूद कर चलता है. അത് 2 കാലുകളിൽ ചാടി ആണ് സഞ്ചരിക്കുക. കിന്തു മേ ഉസ്കാ നാം ഭൂൽ ഗയേ. പക്ഷെ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. ഭൂൽ ഗയേ. സവിത ആരെ പറ്റിയാ പറഞ്ഞതെന്ന് കണ്ടോ? ഇതാരാണ്? നിങ്ങൾക്കറിയാമോ? हाँ हाँ, मैंने भी उस द्विपाद पशु के विषय में एक पुस्तक में पढ़ा था जो मैं पुस्तकालय से लाई थी. പുസ്തകാലയം എന്ന് പറഞ്ഞാൽ ലൈബ്രറി, പുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്ക്. അപ്പോൾ രജനി എന്താ പറഞ്ഞത്? മേനേബി, ഞാനും അതേ ആ ഒരു ദ്വിപാദ് പശുവിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ലൈബ്രറിയിൽ നിന്നെടുത്തൊരു ബുക്കിൽ. മുझे उसका नाम भी याद है. എനിക്കതിൻ്റെ പേരും ഓർമ്മയുണ്ട്. യാദ് ഹേ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട്. ഉസേ കങ്കാരു കഹത്തെ ഹേ. എന്താണ്? അതെ, കങ്കാരു. ഉസേ കങ്കാരു കഹത്തെ ഹേ. അതിന് കങ്കാരു എന്നാണ് പറയുന്നത്. ഉസ്കെ പേട് പർ ഏക് ധേലി ബി ഹോത്തി ഹേ. അതിൻ്റെ പേട് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ വയറാണ്. അപ്പോൾ അതിൻ്റെ വയറിലൊരു സഞ്ചിയുണ്ട്. ധേലി എന്ന് പറഞ്ഞാൽ സഞ്ചി. जिसमें वह अपने बच्चे को साथ ले जाता है. അപ്പോൾ ആ ഒരു സഞ്ചിയിലാണ് അത് അതിൻ്റെ കുട്ടികളെ ഇട്ടിട്ട് അതിൻ്റെ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുന്നത്. അധ്യാപിക: വാ വാവ്, ആപ് സബ് ബच्चे बड़े बुद्धिमान है. വാവ്, നിങ്ങളെല്ലാ കുട്ടികളും നല്ല ബുദ്ധിമാന്മാരാണല്ലോ. आपके पास मेरे सभी प्रश्नों के उत्तर है. നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട്. वह जब तेज से चलता है तो 2 पैरों पर कूद चलता है. അതായത് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? കങ്കാരുവിനെ പറ്റി അല്ലേ? അപ്പോൾ വ ജബ് തേജി സെ ചൽത്താ ഹെ, സ്പീഡിൽ പോകുന്ന സമയത്ത് 2 पैरों पर കൂദ് കർ ചൽത്താ ഹെ, സ്പീഡിൽ പോകുന്ന സമയത്ത് 2 കാലിൽ ചാടിയാണത് പോവുക. ലേക്കിൻ ജബ് വ ധീരെ ചൽത്താ ഹേ. ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. കണ്ടോ, അവിടെ 2 വേർഡ്, ഒന്ന് ധീരെ, ഒന്ന് തേജി. ഇത് രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് കേട്ടോ. തേജി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ, ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോ. അപ്പോൾ അത് സ്ലോ ആയിട്ട് പോകുന്ന സമയത്ത് തോ ജൂക്കർ 4 पैरों में ചലനെ ലഗ്തേ ഹേ. അപ്പോൾ അത് സ്പീഡിൽ പോകുമ്പോൾ 2 കാലിൽ ചാടിയാണ് പോവുക. എന്നാൽ അത് സ്ലോ ആയിട്ട് പോകുന്ന സമയത്ത് അത് നേരെ 4 കാല് വെച്ചിട്ട് ആണ് സഞ്ചരിക്കുക. ഇസ്ലിയേ ഉസേ ചതുഷ്പാദ് ബി ഖേത്തെ ഹേ. അപ്പോൾ കങ്കാരൂന് ദ്വിപാദ് എന്ന് മാത്രമല്ല ചതുഷ്പാദ് എന്ന് പറഞ്ഞാൽ 4 ലെഗ്, 4 കാലുള്ള ജീവികളെ ചതുഷ്പാദ് ബി ഖേത്തെ ഹേ. എന്തുകൊണ്ടാണ്? 2 സമയത്ത് 2 രീതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിനെ ദ്വിപാദ് എന്നും പറയും, അതേപോലെ തന്നെ ചതുഷ്പാദ് എന്നും പറയും. और कभी कभी आगे बढ़ने में वह अपनी पूंछ का भी उपयोग करता है. അത് മാത്രമല്ല, ചില സമയങ്ങളിൽ അത് വേഗം മുന്നോട്ട് പോകാൻ വേണ്ടി അപ്നി പൂച്ച് എന്ന് പറഞ്ഞാൽ വാല്. അപ്പോൾ കങ്കാരു ചില സമയത്ത് വാലും കുത്തിക്കൊണ്ട് ഓടാറുണ്ട്. വാലും കൂടി ഉപയോഗിച്ച് ഓടുന്ന സമയത്ത് അതിന് എത്ര കാലുകളായി? വാലും കൂടി കൂട്ടിയിട്ട് അതെ 5 ആയി അല്ലേ? ഇസ്ലിയേ ഉസേ പഞ്ച്പാദ് ബി കഹത്തെ ഹേ. പഞ്ച്പാദ് എന്ന് പറഞ്ഞാൽ 5 കാലുകൾ. അപ്പോൾ അതിന് ചില സമയങ്ങളിൽ പഞ്ച്പാദ് ബി കഹത്തെ ഹേ, 5 കാലുള്ള ജീവിയായിട്ടും പറയാറുണ്ട്. वैसे अधिकतर पशुओं को तो 4 पैर ही होते हैं, जैसे गाय, भैंस और. അപ്പോൾ ടീച്ചർ പറയാണ് അധികം മൃഗങ്ങൾക്കും 4 കാലുകളാണ് സാധാരണയായിട്ട് ഉണ്ടാവാറ്. 4 പേർ ഈ ഹോത്തേ ഹേ. ജേസെ ഫോർ എക്സാമ്പിൾ ഗായ് എന്ന് പറഞ്ഞാൽ കൗ, ഭേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമ. ഓർ ടീച്ചർ ചോദിക്കുക ഇനി. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായി സംസാരിക്കാൻ തുടങ്ങി. ഫസ്റ്റ് സമീറിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? കുത്ത, ബില്ലി, ഘോഡ.
കുത്ത എന്ന് പറഞ്ഞ ഡോഗ്, ബില്ലി എന്ന് പറഞ്ഞ പൂച്ച, ഘോഡ എന്ന് പറഞ്ഞ ഹോഴ്സ്. അപ്പോൾ വീണ പറയാണ്, വീണ ബക്കരി, ഗദ, ബന്ദർ. അപ്പോൾ വീണ കൂടുതൽ മൃഗങ്ങളുടെ പേര് പറയാണ്. ബക്കരി എന്ന് പറഞ്ഞാൽ ആട്, ഗദ എന്ന് പറഞ്ഞാൽ ഡോങ്കി, ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, മങ്കി. റഫിയ മേൻഡക്, ഊദ്ബിലാവ്, ഘഡിയാൽ. മേൻഡക് എന്ന് പറഞ്ഞാൽ ഫ്രോഗ്. ഊൻബിലാവ് എന്ന് പറഞ്ഞാൽ ബീവർ, വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ജീവിയാണ് ബീവർ. അതുപോലെ ഘഡിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതല, അലിഗേറ്റർ. ഓക്കെ, അപ്പോൾ രമേശ് പറയുന്നത് എന്താണ്? ഷേർ, ചീത്ത, സിംഹം, ചീറ്റപ്പുലി. ബിപിൻ जेब्रा, जिराफ, ज़ीब्रा, जिराफ. अध्यापिका बहुत सही बच्चों, आप सबको तो बहुत सारे पशुओं के नाम आते हैं. ഓ ബഹുത് സഹി ഹേ ബച്ചോ, വളരെ ശരിയാണ് കുട്ടികളെ. നിങ്ങൾക്കെല്ലാവർക്കും എന്തോ ബഹുത് സാരെ കുറേ ജീവികളുടെ പേരറിയാലോ. ലേക്കിൻ അബ് ദേഖ്തേ ഹൈ കി ഭിന്ന ഭിന്ന കീടോं के पैरों के विषय में आपको कितना पता है. അപ്പോൾ വലിയ മൃഗങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. നമുക്ക് നോക്കാം. ഭിന്ന ഭിന്ന കീടോं के पैरों के विषय. കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ ജീവികൾ. ചെറിയ ജീവികൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, കൊതുക് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ, അതിൻ്റെ കാലുകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്ന് നോക്കട്ടെ എന്ന് പറയും. आप सभी ने चीटे और चीटियां तो देखी है. നിങ്ങൾ ഉറുമ്പുകളെയൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ബതായിയെ ഉൻകെ കിത്തനെ പേർ ഹോത്തെ ഹേ. പറയൂ, ഉറുമ്പുകൾക്ക് എത്ര കാലുകളുണ്ട്? ഉടനെ മീന, अध्यापिका जी, टीचर, मुझे चीटों के देखने में बहुत आनंद आता है. എനിക്ക് ഉറുമ്പുകളെ നോക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറുമ്പുകളെ നോക്കാൻ. ഉൻകാ ചലന മേനെ ബഹുത് പാസ് സെ ദേഖാ ഹേ. അത് സഞ്ചരിക്കുന്നത് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. മേനെ കൈ ബാർ ഉൻകെ പേർ ബി ഗിൻ ലിയേ. ഞാൻ കുറേ പ്രാവശ്യം, കൈ ബാർ എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം, ഉൻകെ പേർ ബി അതിൻ്റെ കാലുകളും ഗിൻ ലിയേ എണ്ണീട്ടുണ്ട്. और पता चला कि उनके 6 पैर होता है. 6 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ മീന പറയാണ്, ഞാൻ അതിനെ വളരെ അടുത്തുനിന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ഉറുമ്പുകൾക്ക് 6 കാലുകളുണ്ടെന്ന്. അധ്യാപിക, अरे वाह, अब आप स्वयं गिनकर आई तो आपका उत्तर सही ही है. ഓ അരേ വാവ്, അപ്പം നിങ്ങൾ സ്വയം എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ആപ്ക ഉത്തർ, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. आपको पता है कि चींटी के अतिरिक्त और भी कई कीड़ों के 6 पैर होते हैं. അപ്പം നിങ്ങൾക്കറിയാമോ, ചീട്ടിക്ക് അതിരിക്ത് ഉറുമ്പുകളല്ലാതെ ഓർ ബി കൈ കീടോം കെ വേറെയും കുറേ ജീവികളുടെ 6 പേർ ഹോത്തെ ഹേ 6 കാലുകളുണ്ട്. ജേസെ ഫോർ എക്സാമ്പിൾ മക്കി, മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച, ബാവ്ര ഓർ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ബാവ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംബിൾ ബീസ്, നമ്മുടെ ബീസ് ഉണ്ടല്ലോ. രാം, തിത്ലി. ഇപ്പോൾ രാം ചോദിക്കുകയാണ്, തിത്ലി, ബട്ടർഫ്ലൈ. അടുത്തതാരാണ്? സിമ്രൻ. ജീങ്കൂർ, ജീങ്കൂർ എന്ന് പറഞ്ഞാൽ ആരാ? ചീവീട്, ക്രിക്കറ്റ്. അധ്യാപിക, ശാബാഷ് ബച്ചേ, വെരി ഗുഡ് കുട്ടികളെ. അപ്പോൾ അവർ പറഞ്ഞ ആൻസേഴ്സ് എന്തൊക്കെയാണ്? തിത്ലി, ജീങ്കൂർ, ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ കറക്റ്റ് ആൻസേഴ്സ് ആണ്. ബഹുത് സഹി കഹ, വളരെ ശരിയാണ് പറഞ്ഞത്. ആപ് സാബ് കീടോം മേ ഇത്നി രുചി രഖ്തേ ഹേ. അപ്പോൾ നിങ്ങൾ ഈ ജീവികളിലൊക്കെ ഇത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ടല്ലോ. ഫിർ ആപ് മേ സെ കോയി കിസി ऐसे कीट का नाम बता सकता है जिसके 6 से अधिक पैर होते हैं. 6നേക്കാളും കൂടുതൽ കാലുകളുള്ള ഏതെങ്കിലും ജീവികളുടെ പേര് പറയാമോ? ഉടനെ രമേശ് ഹസ്കർ ചിരിച്ചുകൊണ്ട് പറയാ, മക്കടി. മക്കടി എന്ന് പറഞ്ഞാൽ ആരാ? മക്കടി, ദാ മക്കടി എന്ന് പറഞ്ഞാൽ സ്പൈഡർ. സവിത, हाँ मकड़ी के तो 8 पैर दिखाई देते हैं जब वह जाले पर चलती है. അതെ, മക്കടി സ്പൈഡറിന്റെ 8 പേർ ദിഖായി ദേത്തെ ഹേ, അതിന് 8 കാലുകളുണ്ട്. വലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ കാലുകൾ കാണാൻ പറ്റും. അപ്പൊ 8 കാലുകൾ ഉണ്ടെന്നാണ് കണ്ടിരിക്കുന്നത്.
അധ്യാപിക बिल्कुल सही बताया കറക്റ്റാണ് പറഞ്ഞത് अब मैं आपको एक और ऐसे कीड़ के विषय में बताना चाहती हूँ ഇപ്പം ഞാൻ അതുപോലെയുള്ള വേറൊരു ജീവിയെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാൻ പോവാണ് जिसके 30 से लेकर 382 तक पैर हो सकते हैं ഓഹോ അതായത് ടീച്ചർ ഏതോ ഒരു ജീവി സ്പെഷ്യൽ ജീവിയെ പറ്റി പറയാൻ പോകുന്നത് അതിന് 30 മുതൽ 382 382 എന്ന് പറഞ്ഞാൽ 382 അതായത് ഒരു ജീവിയാണ് ആ ജീവികളിൽ ചെറിയ ജീവി ഉണ്ടാവും അതേ ജീവിയിൽ തന്നെ വലിയ ജീവി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ച് അതിൻ്റെ കാലുകളുടെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചില കുഞ്ഞു ജീവിയാണെങ്കിൽ 30 കാലുകൾ ഉണ്ടാവും അതിനേക്കാൾ അതിൻ്റെ വലിയ ജീവിയാണെങ്കിൽ 382 വരെ കാലുകൾ ഉണ്ടാവാം अर्थात 15 जोड़ी से लेकर 192 जोड़ी तक पैर हो सकते हैं അതായത് നമുക്ക് രണ്ട് കാലുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ജോഡി കാലാണ് ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 കാലുകളാണ് അപ്പോൾ 2 ജോഡി കാലെന്ന് പറഞ്ഞാലോ 2 ജോഡി എന്ന് പറഞ്ഞാൽ 4 കാലുകളാണ് 30 കാലുകളുണ്ടെന്ന് പറഞ്ഞാൽ 30ൻ്റെ ഹാഫാണ് അല്ലെങ്കിൽ 30യുടെ ഹാഫാണ് 15 അപ്പോൾ 15 ജോഡി കാലുകളുണ്ടാകും 15 ജോഡി മുതൽ 192 ജോഡി വരെ ഉണ്ടാവാം അതിൻ്റെ പേരാണ് ആ കീടാക്ക നാം ഹേ കനക്ജുര എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സെൻറ്റിപീഡ് എന്ന് പറയും സെൻറ്റിപീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ജീവി ഇതിന് പഴുതാര എന്നും പറയും അപ്പോൾ പഴുതാരയുടെ സൈസ് എപ്പോഴും ഫിക്സ്ഡ് അല്ല പല സൈസിലുള്ള പഴുതാരകൾ ഉണ്ടാകും आप में से किसी ने कनकजुरा देखा है ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും കനക്ജുര കണ്ടിട്ടുണ്ടോ സബ് വിദ്യാർത്ഥി നഹി ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അധ്യാപിക വാസ്തവ में घरों में इनका मिलना कठिन है സത്യത്തിൽ ഇത് വീടുകളിലൊക്കെ കാണാൻ വളരെ ചാൻസ് കുറവാണ് ये अधिकतर ऐसे स्थानों में रहते हैं जहाँ सीलन और अंधेरा हो जैसे गीले पेड़ों के तनों के अंदर या गीली घास या पत्तों के ठेर के नीचे അതായത് ഇത് എല്ലാ സ്ഥലത്തും ഒന്നും ഉണ്ടാവില്ല ഇതിനെ നമുക്ക് അധികവും കാണാൻ പറ്റുന്നത് നല്ല ഇരുട്ടുള്ള തണുപ്പുള്ള അല്ലെങ്കിൽ കുറച്ച് നനവൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും ഏതെങ്കിലും മരത്തിൻ്റെ പോടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുല്ലിൻ്റെ ഇടയിലോ ഇലകളുടെ ഇടയിലോ അങ്ങനെയൊക്കെ पर सोचने की बात यह है कि इतने सारे पैरों वाला कैसे चलता होगा അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഇത്രയും കൂടുതൽ കാലുകളുള്ള ജീവി എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക എങ്ങനെയായിരിക്കും ഇത് മൂവ് ചെയ്യുക നമുക്ക് 2 കാല് കൊണ്ട് നടക്കുന്നല്ലേ അപ്പോൾ ഇതുപോലെ കുറേ കാലുള്ള ജീവികൾ എങ്ങനെയായിരിക്കും നടക്കുക ചിന്തിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോവാം അപ്പോൾ ഇത് വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ എക്സസൈസ് പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് എക്സസൈസ് നോക്കാൻ വേണ്ടി ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ ബൈ